ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സ്വാഗതം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എനിക്ക് നല്ല രാത്രിക്കാൻ നന്ദിയോടെ സ്തുതിയും സ്തോത്രത്തിനും എനിക്ക് വിട്ടുകടന്നുപോയി സന്ധ്യയുടെ അമ്മ കാണാതെ മാറ്റപ്പെട്ട പനിയ രോഗികളെ ദുഃഖിതരായ സമാധാനമില്ലാതെ സന്തോഷമില്ല സന്തോഷത്തോടെ ഈ രാത്രികാലം സ്നേഹത്തിലും ഫാമിലിയായി ആമേ ദേശത്തും സ്വദേശത്തും കോൺഫറൻസുകളിലായി എല്ലാ പ്രിയപ്പെട്ടവരെ രാത്രികാലം കർത്താവെ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന എല്ലാവരും വായിക്കാൻ സൂക്ഷിക്കണമേ. ശത്രുവായാലും ദുർബന്ധിഷ്ടാത്തകളെ പരാജയപ്പെടുത്തികളെ അവർ അനുവദിക്കലെ ദീർഘായുസമൃദ്ധി ശരിയാമളെ ബലപ്പെടുത്തുന്ന രോഗത്താൽ ദുഃഖത്താൽ ഭയപ്പെടുന്നവർക്ക് അപ്രാപ്തിപൂർണ്ണമായ സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തെ വിടുന്ന ആശ്വാസം പ്രാർത്ഥിക്കണേ. പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസം എല്ലാപ്പോഴും കൽപ്പിക്കുമാറാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ശുശ്രൂഷിക്കുക ദേവദാസൻ അടുത്ത കാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദോഷിന്റെ പറയുന്ന സംസാരിപ്പാസനകൾ അധികാരപ്പെടുത്തണമേ പ്രാർത്ഥിക്കാൻ ഭൂമി നടക്കുമ്പോൾ ശബ്ദം വനങ്ങളെ തോന്നിയിരിക്കുമ്പോൾ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമ്പോൾ ശബ്ദം ഇന്ന് രാത്രിക്കാൽ അനേക ആയിരങ്ങളുടെ കാതുകൾ കേൾക്കുവാൻ താവയുടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ബുദ്ധിമാരുടെ ഹൃദയം തുറക്കപ്പെടുക താവയോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥന ബന്ധമില്ലാത്ത വചന അനേക ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോരുത്തരും ഉള്ളത്തോട് സംസാരിക്കണമേ. ആവശ്യമായ ദൈവദൂതകൾ ദൈവ ആലോചന ഈ രാത്രികാലം വ്യക്തിപരമായി അവിടെ നിന്നുപടിയും സംസാരിക്കുകയും ചെയ്യുമാറാണമേ. ഹല്ലേലൂയ. വർഷം കൂടാതെ ദൈവദൂത ദൈവ ആലോചന വിളിച്ചു പറയാ ശക്തമായി പുരുഷന്മാർന്ന് സംസാരിക്കുന്ന എൻ്റെ ദാസനെ അധികാരപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മുത്തുകളെ പിറക്കി എടുക്കുക ഓരോരുത്തരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം അപ്പൻ്റെ കാര്യത്തിൽ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഷ്മ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സൃഷ്ടിക്കുന്ന ദൈവദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളിൽ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പകലിൻ്റെ മണിക്കൂറുകളിൽ ആമേൻ കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെവിടങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കോൺഫറൻസ് കോളിലൂടെ ആമേൻ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അത് ഫേസ്ബുക്ക് പേജിലൂടെ സ്വദേശത്തും വിദേശത്തും ആമേൻ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ നയിക്കാൻ ദൈവത്തെ അനുവദിക്കുക. ആമേൻ എന്നൊരു ചിന്തയാണ് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ആമേൻ ധ്യാനിപ്പാനും ചിന്തിപ്പാനും ബലപ്പെടുവാനുമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകിയത്. ഇന്ന് പകൽ ചില ബദ്ധപ്പാടിൻ്റെ നടുവിൽ ആയിരുന്നത് കൊണ്ട് അല്പസമയം വൈകി എങ്കിലും ദൈവം നൽകിയ സന്ദേശവുമായി ഈ രാത്രി ആമേൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ ആമേൻ സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളെ നയിക്കാൻ ദൈവത്തെ അനുവദിക്കുക എന്ന ചിന്തയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായി പോകുന്നത്. അതിന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 23:2 വായിക്കാം. സങ്കീർത്തനങ്ങൾ 23:2. സങ്കീർത്തനങ്ങൾ 23:2. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. കരമടിച്ച്
കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെ നയിക്കുവാൻ നിങ്ങൾ ദൈവത്തെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളെ നയിക്കുന്നത് പച്ച നിറത്തിലുള്ള അതേ മേച്ചിൽ പുറങ്ങളിലേക്കാണ്. ഹല്ലേലൂയ. അവിടെ കിടക്കുവാൻ, ഹല്ലേലൂയ, സ്വസ്ഥതയോടായിരിക്കുവാൻ, അതേ നിശ്ചല ജനത്തിനരികിൽ, ഹല്ലേലൂയ, അതേ നിന്നെ നയിക്കുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വേദഭാഗങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അധ്വാന ഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി താങ്കളെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായില് അതേ ജനിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അതേ വിളിക്കുകയായിരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ആമേൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. മരണം കൊണ്ട് അവൻ തീർന്നില്ല. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവൻ ജീവിക്കുന്നു. ഇന്ന് രാത്രിയിലും അധ്വാന ഭാരത്താൽ വലയുന്ന വിവിധ വിഷയങ്ങളാൽ വലയുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് അരികിൽ വരുന്നവനെ അവൻ സമാധാനത്തോടെ പറഞ്ഞയക്കുവാൻ, സന്തോഷത്തോടെ പറഞ്ഞയക്കുവാൻ അത് ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗെ ഇന്നും ജീവിച്ചിരിക്കുന്ന യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ആമേൻ. അധ്വാന ഭാരത്താൽ അത് വിവിധമാകുന്ന ക്ലേശങ്ങളാൽ നീറിപ്പുകയുന്ന വിഷയവുമായി ഉത്തരം കിട്ടാതെ തകർന്ന ഹൃദയവുമായി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കൂട്ടുകാർ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, സഹോദരങ്ങൾ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, ലോകത്തിൽ ആരും ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ ആശ്വസിപ്പിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റും കൊണ്ട് എന്നോട് പഠിപ്പിൻ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രിയമുള്ളവരെ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവത്തെ താൻ ആർക്ക് എങ്ങനെ വെളിപ്പെടുത്തും എന്നതിനെ കുറിച്ചാണ് യേശു അതെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്? ഹല്ലേലൂയ. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഹല്ലേലൂയ. അതെ, ഭാരത്തോടെ തന്റെ അടുക്കൽ വരുന്നവർക്ക്, പ്രത്യേകിച്ച് തങ്ങളുടെ പാപഭാരം അനുഭവിക്കുന്നവർ, അത് തന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കും, താൻ പഠിപ്പിക്കുന്നവ സൗമ്യതയോടും താഴ്മയോടും കൂടെ പഠിക്കുന്നവർക്കുമാണ് താൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദുഷ്ടനല്ല കേട്ടോ, പാപിക്കല്ല കേട്ടോ, പരിഹാസിക്കല്ല കേട്ടോ. പിന്നെ ആർക്കാണ് പിതാവ് തന്റെ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഭാരത്തോടെ തന്റെ അടുക്കൽ വരുന്നവർക്ക്. ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞ്, ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞ്, ഞാൻ പണമുള്ളവനാണെന്ന് പറഞ്ഞ്, ഞാൻ അതെ പ്രാപ്തിയുള്ളവനാണെന്ന് പറഞ്ഞ് വരുന്നവർക്കല്ല ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തെ തന്റെ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഭാരത്തോടെ തന്റെ അടുക്കൽ വരുന്നവർക്ക്, വേദനയോടെ അതെ അടുക്കൽ വരുന്നവർക്ക്, രോഗത്തോടെ വരുന്നവർക്ക്, അതെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി നല്ല വൈദ്യനായി അതെ അവൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർ അതെ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ആരാലും സൗഖ്യമാകാതെ ആയിരിക്കുന്നവർ ഈ യേശുവിനെ കുറിച്ച് കേട്ട് ആ കേട്ട മാത്രയിൽ അവൾ ഓടുവാൻ ശക്തിയില്ലെങ്കിലും ഉള്ള ശക്തി കൊണ്ട് അവൾ ഓടി വസ്ത്രത്തിന്റെ തങ്ങൾ തൊട്ടപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. യേശു അതെ വിടുവിക്കുന്നവൻ, യേശു സൗഖ്യമാക്കുന്നവൻ, യേശു വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, അവനെ തൊട്ടാലും സൗഖ്യം. ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, അഭിഷക്തരെ, ആർക്കാ ദൈവത്തെ തന്റെ പുത്രൻ വെളിപ്പെടുത്തിയത്? എങ്ങനാ വെളിപ്പെടുത്തിയത്?
എന്തിനാ വെളിപ്പെടുത്തിയത്? ഇന്ന് രാത്രി ഭാരത്തോടായിരിക്കുന്ന, വേദനയോടായിരിക്കുന്ന, പരിമിതിയിലായിരിക്കുന്ന, ഒരുപക്ഷെ അപ്പനുണ്ടായിരിക്കാം, ഒരുപക്ഷെ അമ്മയുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഭാര്യ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ കൂടപ്പുറപ്പുണ്ടായിരിക്കാം, ഒരുപക്ഷെ മക്കളുണ്ടായിരിക്കാം. എന്നാൽ അവരെ കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാത്ത മാനസിക സംഘർഷ അവസ്ഥയിലൂടെ ഇന്ന് രാത്രിയിലും താങ്കൾ കടന്നു പോകുമ്പോൾ താങ്കളുടെ അധ്വാന ഭാരത്തെ മനസ്സിലാക്കി താങ്കളെ ആശ്വസിപ്പിക്കുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ. ഭാരത്തോടെ തന്റെ അടുക്കൽ വരുന്നവർക്ക്, പ്രത്യേകിച്ച് തങ്ങളുടെ പാപഭാരം അനുഭവിക്കുന്നവർ, അതെ ഇന്നലകളിൽ ക്രമക്കേടിൽ അകപ്പെട്ട് ആമേൻ, അതെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി തകർന്ന് ഇനി എനിക്ക് രക്ഷയില്ല, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ആമേൻ പറഞ്ഞ് ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് നിനക്കെതിരെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതെ നിന്നെ ശക്തീകരിപ്പാൻ, ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഭാരത്തോട് അടുക്കൽ വരുന്നവർക്ക് വേണ്ടി ചലിക്കുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. താൻ പഠിപ്പിക്കുന്നവ, ആമേൻ, തൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. താൻ പഠിപ്പിക്കുന്നവ സൗമ്യതയോടും താഴ്മയോടും കൂടെ പഠിക്കുന്നവർക്കാണ് താൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മാത്രം ആമേൻ ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരും. ആമേൻ. അതെ, യേശു എന്താണ് വാഗ്ദത്തം ചെയ്തതെന്ന് നോക്കുക. ആമേൻ. അതെ, ആശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്രമമാണ്. ഹല്ലേലൂയ. അതെ, സ്വയം പ്രയത്നത്തിൽ നിന്ന്, വ്യർത്ഥ അന്വേഷണത്തിൽ നിന്നും, പ്രത്യാശയില്ലാത്തതും ശൂന്യവുമായ പാപ ജീവിത ഭാരങ്ങളിൽ നിന്നുമുള്ള ആശ്വാസമത്രേ അവനെ അനുഗമിക്കുന്ന തൻ്റെ മക്കൾക്ക് അവൻ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ഒരു വിടുതലല്ലിത്, പ്രത്യുത കഷ്ടപ്പാടുകൾക്ക് മധ്യയുള്ള ഒരു ആശ്വാസമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 33 വാക്യം, അതെ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഉലക മഹാന്മാർ അനവധി ഉണ്ടെങ്കിലും മഹാന്മാരിൽ ഒരുവനല്ല ശ്രേഷ്ഠനായിരിക്കുന്നവൻ, ഉലകത്തിൽ കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവാ വിളിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അഥവാ ക്ഷീണിതരും ക്ലേശിതരും. ഹല്ലേലൂയ. ഒരു ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഷയത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണോ, ക്ലേശിച്ചിരിക്കുകയാണോ, ഇന്ന് രാത്രി താങ്കളെ സ്വർഗം വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുസരണം, സ്നേഹം, ദൈവ സാന്നിധ്യം എന്നിവയാൽ തന്റെ മുഖം മൃദുവും ആമേൻ ഭാരം ലഘുവുമായി തീരുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണ സംബന്ധമായ ചട്ടങ്ങളും കൽപ്പനകളും പ്രസ്താവിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, അതേ പ്രവൃത്തികളുടെ പുസ്തകം 15 അധ്യായം 10 വാക്യത്തിൽ, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ഹല്ലേലൂയ. പലരും ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അധ്വാന ഭാരത്താൽ വലയുന്ന, ക്ലേശിതരായിരിക്കുന്ന, ദുഃഖിതരായിരിക്കുന്നവരെ അവൻ വിളിക്കുകയാണ്. എന്തിനാ? സൗഖ്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിനോട് കൂടെ അതെ ചേർത്ത് മുഖം വെക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആമേൻ, അവിടെ നമുക്ക് സ്വാതന്ത്ര്യവും വിമോചനവും സമാധാനവുമുണ്ട്. ആമേൻ. അവന്റെ മുഖം ന്യായപ്രമാണമല്ല, കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സ്വന്തം പ്രയത്നമല്ല, പ്രത്യുത അവന്റെ ശക്തിയും ബലവും മാത്രമാണ്. ഹല്ലേലൂയ. അതെ, സൗമ്യതയോടെ അവനിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തെ കൂടുതലായി അടുത്ത് അറിയുവാൻ തക്കവണ്ണം ഇടയാൽ. ആമേൻ. നാം ക്രിസ്തുവിനോട് കൂടെ മുഖം വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനും ആമേൻ ദയയും കരുണയും സ്നേഹവും കൃപയും
നിറഞ്ഞവനുമായവനോട് ചേരുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ക്ലേശം ആമേൻ ഉള്ളതായി ഹല്ലേലൂയ ആമേൻ നാം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ തൻ്റെ അടുക്കൽ വരുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഉയരത്തിലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ, ചില ജീവിതങ്ങളെ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം ആമേൻ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന തന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനെ അനുഗമിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. എവിടെ അവൻ തന്റെ ആടുകളെ നയിക്കുമോ ആമേൻ അവിടെ വചനങ്ങളുടെയും കൂട്ടായ്മകളുടെയും അതേ പച്ച പുൽപ്പുറങ്ങളുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിൽ ആത്മീക സ്വസ്ഥതയുടെ നീർച്ചാലുകളുണ്ട്. ആമേൻ. ഈ അറിവ് നമ്മെ ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും ആമേൻ വിഷമിപ്പിക്കുന്നതുമായ എല്ലാറ്റിൽ നിന്നും അതേ സ്വസ്ഥതയും സംതൃപ്തിയും ആമേൻ അതേ പ്രതിബന്ധ പോരാട്ടങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യവും നൽകി തരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ഗോഡ്. അതെ, ദൈവം നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. അതെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവൻ എല്ലാം അറിയുന്നവനാണ്. കാരണം അവൻ സർവജ്ഞനാണ്. ഇത്ര വലിയ ദൈവത്തെ അനുഗമിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ മൗനമായിരിക്കാതെ ശബ്ദമുയർത്തി ഹല്ലേലൂയ രാത്രി ആ കരങ്ങൾ തട്ടി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. കാരണം ആമേൻ അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആമേൻ. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ആമേൻ. അതെ, പച്ച പുൽമേപ്പുറങ്ങളിൽ ഹല്ലേലൂയ കിടക്കുവാൻ ദൈവം ആമേൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, സംഗീതക്കാരൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തിനറിയാം. ആമേൻ. പച്ച മേച്ചിൽ പുറങ്ങളിൽ കിടക്കുവാൻ അവൻ നിങ്ങളെ ഒരുക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെ, മേച്ചിൽ പുറങ്ങൾ പച്ചയാണ്. അതിനർത്ഥം അവൻ നിങ്ങൾക്കായി ഏറ്റവും മികച്ചത് ഒരുക്കുന്നവനാണ്. ഹല്ലേലൂയ. അതെ, ശ്രേഷ്ഠമായത്. അതെ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനം അതെ ആമേൻ പട്ടിണി കിടന്ന് തകർന്നു പോകുവാൻ അവൻ സമ്മതിച്ചില്ല. ആമേൻ. അതെ, ചിറ്റുള്ളിയുണ്ട്, ചീരുള്ളിയുണ്ട്, കൊത്തം പാലരിയുണ്ട്. ആമേൻ. എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പിറുപിറുത്ത ജനത്തിന് ആമേൻ മിഷ്ടാന ഭോജനത്തെ മരുഭൂമിയിൽ നൽകിയവൻ, ആകാശത്തിന്റെ കിടുവാതിലുകളെ തുറന്ന് അതെ മന്നയെ ഇറക്കി കൊടുത്തവൻ, ലിവ്യാധാന തലയെ തകർത്ത് കാടപ്പക്ഷിയാക്കി കൈകൊണ്ട് പിടിച്ച് അറുത്ത് ഭക്ഷിക്കത്തക്ക വിധത്തിൽ ഇറക്കി കൊടുത്തവൻ അത്രേ ഇസ്രായേലിന്റെ ദൈവം. ആ ദൈവം അത്രേ ഭക്തനെ പച്ചപ്പുൽമേടുകളിൽ അതെ കിടത്തി ഉറക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ കർത്താവ് അത്രേ ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കീഴ്പ്പെടുത്താത്തത്? ഇത്ര നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടോ, ഇത്ര നല്ല ദൈവത്തെ തന്റെ പുത്രൻ വെളിപ്പെടുത്തിയിട്ടോ ഇന്ന് രാത്രിയിലോ അതെ നിരാശയോടെ ഒതുങ്ങി പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാചി നിന്നെ ക്രമക്കേടിലേക്ക് തള്ളിയിടുമ്പോൾ അതിനകത്ത് നിന്ന് ആമേൻ കൈപിടിച്ചുയർത്തുവാൻ ശക്തരായ ദൈവം ഇന്ന് രാത്രിയിലോ അതെ നിന്നോട് ഇടപെടുമ്പോൾ നീ എന്തുകൊണ്ട് ഹല്ലേലൂയ അവനെ കീഴ്പ്പെടുന്നില്ല? ഹല്ലേലൂയ. അതിനാൽ അവന്റെ ഏറ്റവും മികച്ച ആമേൻ അതേ വിഭവം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ ആമേൻ അതേ ഇടയാകണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയാകണം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാ, ഞാൻ അവനെ ഉയർത്തും. ആമേൻ. സകല നാമത്തിന് മേലായ നാമം യേശു എന്ന നാമമാകയാ ഇന്ന് രാത്രി ആ നാമം ആമേൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ അതേ ജനിപ്പാൻ തക്കവണ്ണം ഇടയായി. അവനത്രേ ആമേൻ അതേ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഉലകത്തിൽ ഇറങ്ങി വന്നവൻ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്
ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കീഴ്പ്പെടുത്താത്തത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കീഴ്പ്പെടാത്തത്? ഇന്ന് രാത്രി ആമേൻ, ഇതാ ഞാൻ നിന്റെ ദാസി, അതെ ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആഴമേറിയ ആ ദൂതന്റെ വാക്കുകളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ആ മറിയെ പോലെ ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കും? അത്യുന്നതന്റെ നിഴൽ നിന്റെ മേൽ വരും. നീ ശക്തി ലഭിച്ച് ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യം വഹിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ അതേ ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം ആമേൻ 2, 3, 4, 5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സാറായി അബ്രാമിനോട് ആമേൻ, അതെ ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ. ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ നീത അവസ്ഥ ഒന്ന് ആമേൻ ശ്രദ്ധിച്ചു കേട്ടെ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 2, 3, 4, 5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും നോക്കണമേ, ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയാതെ റൂട്ടിനെ തിരിച്ചുവിടുന്ന ആമേൻ ഇരുളിന്റെ വ്യാപാരം അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനകത്ത് സ്വാധീനം ചെലുത്തി ആമേൻ ആ ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഇന്ന് രാത്രി ദൈവിക വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ പൈതലേ, നിന്നെയും ഇതുപോലെ റൂട്ട് തിരിച്ചു വിട്ട് ആ വാഗ്ദത്തത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില ക്രമക്കേടിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നിൽ നിന്ന് മാറി നീ ആശ്വാസം അനുഭവിക്കുവാൻ ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി വചനത്തിന് നീ കീഴ്പ്പെടാമെങ്കിൽ ആമേൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാ. ഇന്ന് രാത്രി ആ പച്ച പുല്ലിന്റെ അനുഭവത്തിൽ നിന്നെ കിടത്തി ഉറക്കുവാൻ ശക്തനായ ആ മേത്തരമായ അനുഭവത്തിലേക്ക് നിന്നെ നയിപ്പാൻ ശക്തനായ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന ചിന്തകൾക്കോ വാക്കുകൾക്കോ നീ പ്രാധാന്യം കൊടുക്കാതെ ദൈവിക ശബ്ദത്തിനോ ദൈവിക ഇടപാടുകൾക്കോ ദൈവിക സാന്നിധ്യത്തിനോ നീ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്നോടുള്ള വാഗ്ദത്തം അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ദൈവിക വാഗ്ദത്തത്തെ വളച്ചൊടിച്ച് ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനായിരിക്കുമെന്ന് പറഞ്ഞ് ആമേൻ റൂട്ട് തിരിച്ചു വിടുന്ന ആമേൻ അതെ ഇരുളിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തും ആമേൻ ഇതായിരിക്കാം എന്നൊരു തോന്നലുണ്ടായി ദൈവിക ആലോചനയെ വളച്ചൊടിച്ച് ദൈവത്തിന്റെ ആമേൻ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ അകറ്റിക്കളഞ്ഞ് നിർത്തിയിരിക്കുന്ന ആ പൈശാചിക മേഖലകളെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി അതെ ദൈവിക വാഗ്ദത്തങ്ങളുടെ ആമേൻ ചുവടുകൾ ആമേൻ ചവിട്ടി കയറുവാൻ നിന്നെ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്ന ഉയരത്തിലെ ഉൾനട്ട വചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രിയും അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം ഏദനിൽ ആമേൻ ദൈവം ആക്കി വെച്ച തോട്ടത്തിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞത് ആരിലൂടെയാ? ആമേൻ തന്റെ ജീവിത പങ്കാളിയിലൂടെയാ. ആമേൻ ജീവിത പങ്കാളി ആഗ്രഹിച്ചത് പറിച്ച് തിന്നുവാൻ തന്നെ ആമേൻ കൂട്ട് ആയി വന്ന് ആമേൻ ആ പാമ്പുമായി ആമേൻ സമയം ചെലവഴിച്ച് ക്രമക്കേടിൽ അകപ്പെട്ട് തകർന്നു പോയ കുടുംബത്തിൽ ആമേൻ കൊലപാതകം ഉണ്ടായി. മാത്രമല്ല ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നോക്കണമേ, അതേ ദുഷ്ടപിശാച് അബ്രഹാമിന്റെ ഭാര്യക്കകത്തൊരു ചിന്ത കൊണ്ട് കൊടുത്തു. എന്താ ചിന്ത? അമ്മ എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ജീവിത പങ്കാളി പറഞ്ഞത് കേട്ട് പോയ അബ്രഹാം അനുസരിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറയായി മിശ്രമദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിനും നിന്ദിതയായി. നോക്കണമേ, ആമേൻ ഇന്നലെ അവൾക്ക് ആമേൻ അതെ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. അവളിലൂടെ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് സന്തോഷമായിരുന്നു. എന്നാൽ അവളിൽ ഒരു
ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ് കണ്ടപ്പോൾ അവളുടെ കണ്ണിന് നിന്ദിതയായി. ഇന്ന് രാത്രി നീ പലർക്കും നിന്ദിതയായി കൊണ്ടിരിക്കുന്നെങ്കിൽ എവിടെയാണ് സംഭവിച്ചത്? നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ അതോ മറ്റൊരാളുടെ പ്രേരണ കൊണ്ടോ? എവിടെയാണ് നീ ചതിയിൽപ്പെട്ടത്? എവിടെയാണ് നീ ക്രമക്കേടിലായത്? ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് നിന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ നോക്കാതെ ദൈവം മുമ്പാകെ ആ മരുഭൂമിയിൽ മണലാരണ്യത്തിൽ തന്റെ നിരപരാധിത്വത്തെ തെളിയിക്കുവാനല്ല, തന്നിലുണ്ടായ തലമുറയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തയ്യാറായ ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ നീരുറവയെ തുറന്ന ദൈവം ഇന്ന് രാത്രി അത് നിന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല, നിന്റെ അധ്വാന ഭാരവുമായി ക്ലേശവുമായി ഇന്ന് രാത്രി മരുഭൂമിയിൽ നീ നിലവിളിക്കുന്ന ഹാഗറിനെ പോലെ നിലവിളിക്കുന്നെങ്കിൽ നിലവിളിയുടെ മധ്യ ഇറങ്ങി വന്ന് നീരുറവയെ തുറന്ന് ഹാഗറെ നിനക്കിവിടെ എന്തെന്ന് ചോദിച്ച് തലമുറ ഇരിക്കുന്നിടത്ത് നീരുറവയെ തുറന്നു വന്ന ദൂതുകെട്ട ഹാഗറിനെ പോലെ സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അത് നിനക്ക് അനുകൂലമായി ചലിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ അബ്രഹാമേ, നിന്റെ ഭാര്യയായ സാറ നിമിത്തമല്ലേ ഞാനിപ്പോ ഈ കെണിയിൽ അകപ്പെട്ടത്? അതുകൊണ്ടല്ലേ നിന്റെ തലമുറയെ എന്റെ ഉദരത്തിൽ ഞാൻ ചുമക്കേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ എന്നെ നീ ഇറക്കി വിട്ടത്? ഇതൊക്കെ തെളിയിച്ച് ഇതൊക്കെ പറഞ്ഞ് സമയം പോക്കാൻ ഹാഗർ തയ്യാറാകാതെ ഹാഗർ ആ വഴിയിൽ ദൈവമേ എനിക്ക് ഗതി വന്നല്ലോ, ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ കനിവ് കാണിച്ച കരുണാമയനായ ദൈവത്തിന്റെ കണ്ണ് ഇന്ന് രാത്രി നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവൾ ഹാഗറിന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. അപ്പോൾ സാറായി അബ്രഹാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഹല്ലേലൂയ. നോക്കണമേ, ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു, എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ അവസ്ഥകളെ നന്നായി മനസ്സിലാക്കി, ആമേൻ നിന്റെ ക്ലേശങ്ങളെ മനസ്സിലാക്കി, നിന്റെ കഷ്ടതകളെ മനസ്സിലാക്കി, നിന്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കി, അതെ നിന്നെ നയിപ്പാൻ ശക്തനായ ഒരു നല്ല ഇടയനായ കർത്താവ് ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയരെ, ആടുകളുടെ ആകാരശേഷം അവർ എപ്പോഴും വെള്ളം കുടിക്കാൻ ആമേൻ അതെ ശ്രമിക്കും. വെള്ളം അവരെ ആമേൻ ഹല്ലേലൂയ പുത്തൻ ആമേൻ ഉന്മേഷത്തിലേക്ക് ഹല്ലേലൂയ അടുത്ത ഒരു തയ്യാറെടുപ്പിലേക്ക് അവരെ നയിപ്പാൻ ഇടയായിത്തീരും. അവരെ പുതുക്കുന്നതിന് അവർ തിന്നു മേച്ചൽ ഹല്ലേലൂയ ആമേൻ അതെ ആ ഭക്ഷണവും വെള്ളവും കൂടെ ഡൈജസ്റ്റ് ആയി ഹല്ലേലൂയ അത് ദഹിക്കുവാൻ ആമേൻ അത് ശരീരത്തിൽ ആമേൻ അതെ എനർജിയായി ആരോഗ്യമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത് പോലെ യേശു ക്രിസ്തു ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മെ പച്ചപ്പുൽ മേച്ചിലിലൂടെ നടത്തി ആ പരിശുദ്ധാത്മാവിനെ വാങ്ങി നമ്മുടെ മേൽ പകർന്ന് ആമേൻ നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ അത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് ഇടയൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് 23-ാം സങ്കീർത്തനം അത് രചിച്ചപ്പോൾ ആമേൻ അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതെ യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിന്റെ മധ്യേ ആമേൻ പ്രവാചകനായിരുന്നപ്പോൾ ദൈവം തന്റെ അധരത്തിലൂടെ ഇങ്ങനെ കേൾപ്പിച്ചു, ഇതാ യഹോവയായ കർത്താവ് ബലാശാലിയായി വരുന്നു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 10-11 വാക്യം, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവടത്തിൽ ചേർത്ത് വഹിക്കുകയും താളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ ഈ വാക്യത്തിൽ കർത്താവായ യേശു ഇടയനാകുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. യഹോവയായ ദൈവത്തിന്റെ ആമേൻ മനുഷ്യ അവതാരമാണ് താനെന്ന് അവൻ
അവൻ അറിഞ്ഞിരുന്നത് കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അവൻ അവരോട്, നിങ്ങൾ ആമേൻ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവർ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ആമേൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ആമേൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആമേൻ. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാൻ ഞാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇന്ന് രാത്രി യേശു ആരെന്നറിഞ്ഞ് അവനെ കൈക്കൊണ്ട് അവന്റെ മകനായി മാറാത്തവര് ആമേൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നെങ്കിൽ അവര് നിത്യ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ യേശു ആരെന്നറിഞ്ഞ് അവനെ വിശ്വസിച്ച് ജീവിക്കുന്നവർ നിത്യജീവന് അവകാശിയായി മാറിക്കൊണ്ടിരിക്കുകയാ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പാരമ്പര്യങ്ങളും ആമേൻ ചോദ്യങ്ങളുമായി യേശുവിന് നേരെ നിൽക്കുന്ന ആമേൻ ഒരു കൂട്ടം ആളുകളെ പോലെ ഇന്നും വചനം കേട്ടിട്ടും ചോദ്യം ചെയ്തും അതിനെ അംഗീകരിക്കാതെ അതിനെതിരെ പറഞ്ഞും ജീവിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലോ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അതെ, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവൻ ഹല്ലേലൂയ അതെ നൽകുന്നു എന്നത് ക്രൂശിന്മേലുള്ള അവന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. ആമേൻ. സന്തോഷകരമായ വിജയകരമായ ആ ജീവിതത്തിലേക്ക്, ആ വിശ്രമ സ്ഥലത്തിലേക്ക്, ആ നിശ്ചലമായ വെള്ളത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഇന്ന് രാത്രി അവൻ ആഗ്രഹിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും അവന്റെ അടുക്കലേക്കും വരുവിൻ, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ഈ കോൺഫറൻസിലൂടെ ഈ വചന സന്ദേശം നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. ദയവായി അവനെ അനുഗമിക്കുകയും അവനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആ ഭൗമികവും ശാശ്വതമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ ആമേൻ. സന്തോഷമുള്ളവർ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക, അവനെ വിശ്വസിക്കുക, അവനിൽ വേരൂന്നി വളരുക. അവൻ നല്ല ഇടയനാണ്. അവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. 99 വിട്ടിട്ട് കാണാതെ പോയ ആ ഒന്നിനെ തേടി വന്ന ആ നല്ല ഇടയൻ ഇന്ന് രാത്രി സ്നേഹിത താങ്കളെ തേടി വന്നിരിക്കുകയാണ്. താങ്കളുടെ കഷ്ടത, താങ്കളുടെ വേദന, താങ്കളുടെ ബുദ്ധിമുട്ട്, താങ്കളെ ആ കുരുക്കിനകത്ത് കുടുക്കി ആമേൻ താങ്കളെ തകർക്കുവാനായിട്ട് ആമേൻ അതെ പതിയിരിക്കുന്ന ശത്രുവിന് താങ്കളെ വിട്ടുകൊടുക്കാതെ കരടിക്കോ സിംഹത്തിനോ അണലിക്കോ നിന്നെ ആമേൻ തൊടുവാൻ കഴിഞ്ഞെങ്കിലും അത് തകർക്കുവാൻ അനുവദിക്കാതെ പരിചയമായി വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദയവായി അവനെ അനുഗമിക്കുക, അവനെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ ഭൗതികവും ശാശ്വതമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകുകയില്ല. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ആമേൻ, ഞങ്ങളെ നയിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഉത്സാഹത്തോടെ അങ്ങേ അനുഗമിക്കുവാൻ ഇന്ന് രാത്രി അതെ ഞാൻ എൻ്റെ മനസ്സിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എനിക്കായി ആസൂത്രണം ചെയ്ത ആ സന്തോഷകരമായ ആ സമൃദ്ധമായ ജീവിതത്തിലേക്ക് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. എന്നെ നയിച്ച് സമ്പന്നമായ ജീവിതം ആസ്വദിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. മറ്റുള്ളവരുമായി ഈ സന്ദേശം പങ്കിടുവാൻ ഹല്ലേലൂയ കർത്താവിനെ ആമേൻ പങ്കുവെക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയാകുവാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ട എല്ലാവരെയും പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും രോഗികളായി, ക്ഷീണിതരായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് കർത്താവ് അവരെ കൈപിടിച്ചുയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച മുരളിക്ക് ആമേൻ, ആമേൻ, തന്റെ ജീവിത പങ്കാളി സരിത, ആമേൻ, അതെ, തന്റെ മക്കൾ സുജിത്ത്, ആമേൻ, അതെ, ആമേൻ, സഞ്ജീവ്, ആമേൻ, അതെ, കാർത്തിക, ആമേൻ, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അവരുടെ ഈ ഭൂമിയിലെ മുമ്പോട്ടുള്ള ജീവിതത്തെ ഓർത്ത്, ആമേൻ, ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ നിത്യതയിൽ അവരും എത്തപ്പെടുവാൻ, സത്യവചനങ്ങളെ അറിഞ്ഞ് ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ബിജു പിയാറിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാത്രിയിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നല്ലോ. കുടുംബമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഏറിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ. തന്റെ ജീവിത പങ്കാളിയെ, തന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഷിജുമോൾ ബെന്നിക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ഷിജുമോൾ ബെന്നിയസ്, ആമേൻ, അതെ, കെനസ് ഫെനിക്സ് റൂഫോസ്, ആമേൻ, ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതെ, ലൈലാമ റാഫിക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കുവൈറ്റിൽ നിന്ന് കർത്താവിന്റെ ദാസി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതകളുടെ, പ്രതിബദ്ധതയുടെ നടുവിലും നല്ല ഇടയനായ കർത്താവ് കൂടെ ഇരുന്ന് തന്നെ നയിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ജോബി ജോണിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ജോബി ജോണിനായി, ആമേൻ, അജിതയ്ക്കായി, ആമേൻ, തലമുറകളെ 3 പേർക്കായി, മാതാവ്, പിതാവ്, സഹോദരിക്കായി സ്തോത്രം ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുത്തു. തലമുറകളുടെ, ആമേൻ, വിദ്യാഭ്യാസ മേഖലയിൽ, ആമേൻ, ആവശ്യമായ നന്മകൾ, ജ്ഞാനങ്ങൾ ദൈവം കൊടുത്ത് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. കല സുനിൽ കുമാറിനായി സ്തോത്രം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച, ആമേൻ, വാത്സല്യ സാർ, ആമേൻ, കല സുനിൽ കുമാറിനായി, കുടുംബത്തിനായി, തലമുറകൾക്കായി, തന്റെ മാതാവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി മാനിക്കണം, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, സതി, ആമേൻ, സതി ധാരണി, ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഏറി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. സാബു, ആമേൻ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. ബീന, ആമേൻ, ഉണ്ണി, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദുഷ്ടൻ തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ ദൈവം അതെ പരിപാലിക്കട്ടെ. ആമേൻ. ജയ്മോൻ, ഹല്ലേലൂയ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദുഷ്ടൻ തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. പ്രസാദ് മൻഡസ്, ആമേൻ, കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. സുധി, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തോമസ് അബ്രഹാം പറമ്പിൽ, കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഏറി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദുഷ്ടൻ തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി പരിപാലിക്കട്ടെ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ചെറിയവരെയും വലിയവരെയും ഒരുപോലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, പേര് പറയുവാൻ കഴിയാതെ പോയ അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ആമേൻ, അത് ലീലാമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. വത്സമ്മ ബാബുവിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ, ആമേൻ, അതെ, കുഞ്ഞമ്മ വളാലിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതകളുടെ, പ്രതികൂല
പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ ആമേൻ നമ്മെ ജയത്തോടെ നടത്തുന്ന സർവ്വ കൃപാലുവായ ദൈവത്തിന് കരം ആമേൻ അടിച്ച് നന്ദിയോടെ അല്പസമയം സ്തോത്രം ചെയ്താട്ട് ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഘയും വീണ്ടും വരുന്നവനുമായ കർത്താവ് ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്നല്ലോ. അവന്റെ സാന്നിധ്യത്തിനായി ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ അതേ കണ്ണൂരിൽ നിന്ന് തങ്കമ്മ സഹോദരി ആമേൻ ഇപ്പോൾ ശബ്ദമുയർത്തി തങ്കമ്മ ജോസ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവിടുത്തെ വിലയേറിയ ഭാഗ്യനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു കർത്താവേ, പ്രഭാതങ്ങളുടെ സംഘട വേള കാണുവാൻ കഴിയാതെ ഹല്ലേലൂയ. ലോകത്തിൽ മറിഞ്ഞപ്പോൾ മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ രോഗശയിലായിരിക്കുമ്പോൾ ദുഃഖത്തിലും നെടുവെറുപ്പിലും വേദനകളാലും ഭാരപ്പെടുമ്പോൾ പിടിക്കുമ്പോൾ സർവശക്തനായ ദൈവങ്ങളെല്ലാം വിടുവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പരിപാലിച്ച് ഒരു സഞ്ചരിക്കാമൂടെ കർത്താവേ അടിയങ്ങൾ കൊണ്ട് ഒരുക്കിയ കൃപയ്ക്കായ ദൈവത്തെ കർത്താവ് ാർക്കപ്പെട്ട കുഞ്ഞാടിനും ഭക്തം കർത്താവെ ഹല്ലേലൂയ. പാവങ്ങളെയും വരവങ്ങളെയും കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല വിഷയങ്ങളും ദൈവകരങ്ങളെ ഏൽപ്പിക്കാൻ കർത്താവ് വേദനകളെ ഭാരങ്ങളെ നിരാശകളെ ഞങ്ങളുടെ ജീവിതത്തിലെ ദിനം പ്രതികരിച്ചു വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയുടെ പരിശുദ്ധാത്മന്റെ തെറ്റാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന ദൂരം കർത്താവെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമേ നിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതുമില്ല എന്ന് സമ്മതിക്കും. ബലജനങ്ങളെ ഓർക്കരുത്, ഉറവുകളെ ഓർക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കാറ്റങ്ങളെ ഏറ്റുമെടുത്ത തുണിയായിരിക്കും കർത്താവിന്റെ മാറോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ജീവിപ്പാൻ ദൈവമേ സകല കൃപാലുവായി ദൈവമേ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രാത്രി യാമം കർത്താവെ വചനം പറയാൻ ഞങ്ങളുടെ ദാസനെയും കരങ്ങളെടുത്ത കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്യത്തിനും സൗദ്യത്തിലും അനുഗ്രഹിക്കണം, കുടുംബത്തെ രക്ഷിക്കണം, ദാസിക്കായി നിങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഭാവി നല്ലതായിട്ട് ഉണ്ടാക്കണം. പഠിപ്പാൻ കുട്ടി ഞാനെ കൊടുത്ത് നല്ലതായി ദൈവം ബലപ്പെടുത്തണമെന്ന് കരുതാനും പ്രാർത്ഥിപ്പാനൊക്കെ അവിടുന്ന് കൃപ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. അവിടുത്തെ മാറുന്ന ശബ്ദ അനേക രാജ്യങ്ങളെ അനേക സ്ഥലങ്ങളിലേക്ക് കർത്താവെ ശക്തമായി കേൾക്കുന്നുണ്ടല്ലോ കർത്താവെ. അനേക രാജ്യങ്ങൾ അനേക ദൈവമക്കൾ കതിർകുട്ടികളിനായി തീരുവാൻ സംഗീതനായി തീരുവാൻ സഹായിക്കുന്ന അനേകർക്ക് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു പാതയായി തീരുവാൻ നിന്റെ ദാസനെ കർത്താവെ അതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൂട്ടായ്മ ജീവിതത്തിൽ കുടിയിരുവാൻ ദൈവം ഒരുക്കുന്ന വലിയേറിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അത്ഭുതങ്ങളുടെ ദൈവം അതിശയങ്ങളുടെ ദൈവം ഓരോ ദിവസവും വഴി നടത്തുന്നല്ലോ. പ്രാർത്ഥനയിലുള്ള എല്ലാ പ്രിയപ്പെട്ട ഭവനങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസിദാസന്മാരും ഞങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന കല്ലേരിയ ജലസംഘമായിരുന്നില്ലെങ്കിൽ ആത്മാവിലൊന്നും സമയം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുത്തെ കൃപ കൂടിയ ശേഷം മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയിലെ പങ്കുചേരുവാൻ ഒരുമിച്ചായി പ്രാർത്ഥന ശബ്ദം കേൾപ്പാൻ ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. അവിടെ പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളെ നേരിടത്തിൽ കർത്താവിന് മുഖത്തേക്ക് നോക്കുവാൻ തപ്പനൊക്കെയാക്കണം. പകരാതോണം ഭാരപ്പെടാതോണം കർത്താവെ അവിടെ നിലയാക്കണമെന്നാണ് കർത്താവ്. എല്ലാവിധ വിഷയങ്ങളെ പശ്ചാത്തലങ്ങളെ രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളാൽ ആരായിരിക്കുന്നവരെല്ലാം ശക്തനായിരിക്കാൻ അവിടുത്തെ കാര്യങ്ങളെ എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാന്റെ ഞങ്ങളെ കഴിവ് മരണമേ ഹോവയെ വാഴ്ത്തവന്റെ സർവാന്തരം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എങ്ങനെ ഹോവയെ വാഴ്ത്തവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. ഓരോ ദിവസവും മണിക്കൂറുകളും ഞാൻ കർത്താവ് നിമിഷങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നു. അതൊന്നും മറക്കാതൊന്നും കർത്താവിൽ പ്രയോജനപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൽ കർത്താവ് എന്നിട്ടും കർത്താവിന്റെ കൃപയിൽ ഓർത്തും പഞ്ചയിലെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചുറ്റുവട്ട ദേശക്കാർ യാത്രക്കാരെല്ലാം തന്നെ ഓർക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ. ആപത്തുകൾ അനർത്ഥങ്ങൾ കർത്താവെ സമാധാനത്തോടും സന്തോഷത്തോടും കർത്താവെ ആയിരിക്കാൻ സഹായിച്ചുള്ള വീണ്ടും കർത്താവ് ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിന് അനേകര് കർത്താവിനെ അറിവാൻ ഇടയാകുന്ന കൃപയ്ക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അല്പസമയം ദിവസങ്ങളിൽ സ്തോത്രത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും സമയത്ത് കൃപയ്ക്കായി സ്തോത്രം. തലമുറകളെയും പേരുപരായി ഓർക്കുന്ന കർത്താവെ. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ആമേൻ. കുഞ്ഞമ്മ വളാൻ, ആമേൻ, അതെ, ബീന്മനടി കാസർഗോഡ് ജില്ലയിൽ നിന്ന്, ആമേൻ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ആമേൻ കുഞ്ഞമ്മ രാജു, ആമേൻ, കണ്ണൂരിൽ നിന്ന്, ആമേൻ, ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. തങ്കമ്മ ജോസ്, കണ്ണൂര്, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. വത്സമ്മ ബാബു, കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ തന്നെ ആമേൻ, അതെ, കെ എസ് അമ്മണി അവരുകൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബിജു പി ആർ, ഹല്ലേലൂയ, അങ്ങനെ ഓർത്ത് പരസ്പരം പ്രാർത്ഥിപ്പാൻ ഈ രാത്രി നമ്മെ പിന്നെയും ദൈവം സഹായിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ ആമേൻ തുടർന്നും പങ്കാളിത്തം വഹിപ്പാൻ സ്വർഗത്തിലെ വരുവനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, മേഘതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടും വരെ അവിടങ്ങളിലായി ദൈവം സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ.